ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു പാവയ്ക്ക ഉപ്പേരിയാണ് ചെയ്യുന്നത്. നമുക്കിത് ഒട്ടും കയ്പില്ലാതെ എന്ന് പറയുന്നില്ല, അത്യാവശ്യം ചെറിയൊരു കയ്പോട് കൂടിയിട്ടുള്ള ഉപ്പേരിയാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക നന്നായിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് തിരുമ്മി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അങ്ങനെ ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്താൽ കുറച്ച് കയ്പൊന്ന് മാറിക്കിട്ടും, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടാകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടാകുമ്പോൾ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 വെളുത്തുള്ളി അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പാവയ്ക്കാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതൊക്കെ കൂട്ടും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പിടി തേങ്ങ. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു പിടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇതിൽ തന്നെ ഉള്ളിയും ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഉള്ളി തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ½ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവയ്ക്ക നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ഉപ്പേരിയാണെങ്കിലും വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുന്ന വെജിറ്റബിൾസ് ആണെങ്കിൽ ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതുപോലെ വാട്ടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മാത്രം ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ വെള്ളം ചേർത്ത് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു പുഴുങ്ങിയൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ വഴറ്റി നന്നായിട്ട് ഉപ്പേരിയുടെ രീതിയിൽ നിന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല. നല്ല ഉപ്പേരിയുടെ ടെക്സ്ചറും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു അല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ കയ്പ്പ് കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത്യാവശ്യം വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കാം. ചിലർക്ക് കയ്പോടുകൂടി ഉപ്പേരി കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു പുളിവെള്ളം ചേർക്കണമെന്നില്ല. ഇതിൽ ചേർത്ത തക്കാളിയുടെ പുളി തന്നെ ധാരാളം. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കാം. ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാതെ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം.
അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് ഉപ്പേരി തയ്യാറാക്കുന്നത്. അധികം നമ്മളതിനെ മൂടി വെക്കുമ്പോൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു പോവും. അപ്പോൾ ആ ഒരു വെന്തുടഞ്ഞ രീതിയിലാണ് വേണ്ടതെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ചൊന്ന് എടുക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കാണ്. ഒരു പാവക്ക ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ പാവക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.